ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചെറിയ സ്പേസിൽ എങ്ങനെ മാക്സിമം ക്ലോത്ത്സ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വലിയ വാർഡ്രോബൊക്കെ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ റെൻ്റൽ സ്പേസിലൊക്കെ ആയിരിക്കും ഓക്കുപ്പൈ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ക്ലോത്ത്സൊക്കെ എങ്ങനെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോയും കൂടിയിട്ടാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പൺ സ്പേസ് അപ്വേർഡ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി 3 സൈഡും നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് ലീവ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു 3 സൈഡും കൂടെ ഒന്ന് മടക്കി ഇതിലേക്ക് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലോത്താണല്ലോ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി ഒട്ടിച്ചൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 3 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ വരുന്ന ആ ഒരു ഗ്യാപ്പും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു ബോക്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെയും സൈഡ്സും ബേസൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബോക്സും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിൻറ്റഡ് പോർഷനൊക്കെ പുറത്ത് കാണുന്ന രീതിയിലും പിന്നെ നമുക്ക് കാണാത്ത ഭാഗമൊക്കെ ഒരു പ്ലെയിൻ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 2 ഓർഗനൈസേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി പോർഷനൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ ക്ലോത്ത് കവർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളതിലേക്കൊരു പാർട്ടീഷൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത്സൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുന്നത് എൻ്റെ പാർട്ടി വെയർ സെക്ഷനിൽ വരുന്ന സൂട്ട്സാണ്. അപ്പോൾ അധികം വർക്കില്ലാത്തതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാഷ്വലായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ആക്സസറൈസ് ചെയ്ത് ഫങ്ഷണൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിൽ നമ്മൾ കുറച്ച് ഫ്ലെയർഡൊക്കെ ആയിട്ടുള്ളത് കാരണം ഡെയിലി ബേസിൽ ഞാൻ യൂസ് ചെയ്യാത്ത കുറച്ച് സൂട്ട്സാണിത്. ഇനിയിപ്പോൾ നമുക്കത് നല്ലൊരു ബനാറസ് പ്രിൻറ്റഡ് ഷോളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് ഒരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രസ്സ് മാത്രമാണ് കുറച്ചൊരു വർക്കിൽ വരുന്നത്. പക്ഷേ അത് ഹെവി വർക്ക് അല്ലാത്തതുകൊണ്ട് ഫോയിൽ പ്രിൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഡെയിലി ബേസിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ പ്ലെയിൻ ഷോൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ അതൊരു ഓവർ ലുക്കിലേക്കൊന്നും വരത്തില്ല. അപ്പോൾ ഇത്രയും ഡ്രസ്സ് ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രസ്സ് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോന്നും നല്ല ഫ്ലെയർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്
ഒരു ഫ്ലോയി ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാലും നല്ല കംഫർട്ടബിളാണ്. ഓരോ ഡ്രസ്സിലും നല്ല സ്മൂത്ത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻ വെയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് ഞാനവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് ഞാൻ പാർട്ടി വെയർ സെക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു ഇങ്ങനെയുള്ളൊരു ബാഗിലേക്ക്, നമ്മളത് ഡെയിലി എടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ബാഗിലേക്ക്, സിപ്പ് കവറുള്ള ഒരു ബാഗിലേക്കും കൂടെ ഓർഗനൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഹെവി പാർട്ടി വെയർ ആണ്. അപ്പോൾ ഹെവി പാർട്ടി വെയർ ഡ്രസ്സൊന്നും ഞാൻ അധികം സ്റ്റോക്കിൽ വെക്കാറില്ല. ഞാനതിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ യൂസ് ചെയ്തിട്ട് പിന്നെ ആർക്കെങ്കിലും കൊടുക്കലാണ് ചെയ്യല്. അപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഇട്ടതായിരുന്നു. അപ്പോൾ കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളത് കാരണം ആ ഒരു ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ വെഡ്ഡിങ് സാരിയാണ്. അപ്പോൾ വെഡ്ഡിങ് സാരി മാത്രമേ ഞാൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി സാരീസൊക്കെ ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ട് ഞാനിവിടെ മെഹന്തിക്ക്, ഹൽദിക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെവി ഡ്രസ്സാണ്, നമ്മളതിനി യൂസ് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് നല്ലത്. അത് പഴയതായി പിന്നെ അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ അത് കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ കോട്ടൺ കുർത്ത സെറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ഈ ഒരു ഓർഗനൈസറിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഒറ്റ ഓർഗനൈസറിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലോത്ത്സ് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലോത്ത്സും വിസിബിളായിട്ടുള്ള രീതിയിലും വെർട്ടിക്കൽ സ്പേസൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊക്കെ പുറത്തു പോകാൻ നേരത്ത് ഓരോന്നും തിരഞ്ഞെടുക്കാണ്ട് സെറ്റ്സൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ഓർഗനൈസറിൽ ഞാൻ എടുത്ത് വെക്കുന്നത് നമ്മൾ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സാണ്. അപ്പോൾ ഇതും ഞാൻ സെറ്റായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വീട്ടിലിടുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ അധികവും മെഷീൻ വാഷൊന്നും ചെയ്യാത്ത ഡ്രസ്സാണ്. ഇതെല്ലാം പുതിയതൊന്നുമല്ല, ഒരുപാട് വർഷം പഴയ ഡ്രസ്സും ഇതിലുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഇപ്പോഴും ഞാൻ മെഷീൻ വാഷ് ചെയ്യാത്ത ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇനി ഇതിൽ ഞാൻ ഈ ഒരു ഡ്രസ്സൊന്നും ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഡേ ടൈമിൽ മാത്രം വീട്ടിൽ യൂസ് ചെയ്തിട്ട് ഉറങ്ങാൻ നേരത്ത് ഈ ഒരു ഡ്രസ്സ് ഇതിലൊന്നും ഞാൻ ഉറങ്ങാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സല്ല. അപ്പോൾ വീട്ടിൽ മാത്രം ഡേ ടൈമിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സാണിത്. ഡേ ടൈമിൽ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും കൂടിയിട്ടാണത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാറ്റഗറൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റ് വെയർ മാത്രം, നൈറ്റ് വെയർ അല്ല സ്ലീപ്പ് വെയർ മാത്രമാണ് എടുത്ത് വെക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഷെൽഫും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഷെൽഫിലാണ് ഞാൻ എൻ്റെതും മോളുടെയൊക്കെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സ്പേസിൽ നമ്മുടെ എല്ലാ സ്റ്റഫും അറേഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഓർഗനൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 10 സെറ്റ് നമുക്ക് ഇതിലെടുത്ത് വെച്ചിട്ട് പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം മറ്റേ നെക്സ്റ്റ് സെറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് സൂട്ട് കേസിലോ അല്ലെങ്കിൽ ക്ലോത്ത്സൊക്കെ എടുത്ത് വയ്ക്കുന്ന ബാഗ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സിപ്പ് കവറുള്ള ബാഗൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ബാഗ്സൊക്കെ വെച്ചിട്ട് ബാഗ്സിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഷെൽഫിൻ്റെ മുകളിലൊക്കെ എടുത്ത് വയ്ക്കുന്നത് അതും ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇനി ഞാൻ എടുത്ത് വയ്ക്കുന്നത് എൻ്റെ സ്ലീപ്പ് വെയറാണ്. ഉറങ്ങാൻ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സ് മതിയല്ലോ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡ്രസ്സ് ഞാനിതിലെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് വീട്ടിലിടുന്ന ഷോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ ഞാൻ ഹിജാബ് ഷോൾസൊക്കെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എക്സ്ട്രാ വരുന്ന 2 ബാത്ത് ടവലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഷോള് വിസിബിൾ ആവാനും ആവശ്യമുള്ള സമയത്ത് അത് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി എനിക്ക് എടുത്ത് വയ്ക്കാനായിട്ടുള്ളത് വീട്ടിലിടുന്നതും സ്ലീപ്പ് വെയറായിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ലോങ് ടോപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസർ ഞാൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് ആ ഒരു സെക്ഷൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു
ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 റാക്കിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ സിംഗിൾ റാക്കിൽ തന്നെ ഇതെല്ലാം കൂടെ വെക്കാവുന്നതാണ്, മുകളിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇനി ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു പർദ്ദയും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു പർദ്ദ എപ്പോഴും ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കവറിലിട്ടിട്ട് അതും കൂടെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് റാക്കിൻ്റെ ഗ്യാപ്പിൽ അതൊരു സെൻറ്റർ പോർഷൻ ഫ്രീ ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ടാസൊക്കെ ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റായിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പാർട്ടി വെയർസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ അത് സൂട്ട് കേസിലാണ് എടുത്ത് വയ്ക്കുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ പ്ലാസ്റ്റിക് ബാഗ്സാണ്. അപ്പോൾ ചെറിയ ഹാങ്ങറൊക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ബാഗാണിത്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അത് കിട്ടുന്നൊരു ബാഗാണ്. അപ്പോൾ ഞാനിത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചെറിയ സ്റ്റഫൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹിജാബ് ക്യാപ്പ് അതെപ്പോഴും പരതി നടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിസിബിൾ ആവുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാൻസ്പാരൻറ്റ് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഷെൽഫിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലോങ് ടോപ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് നമ്മൾ നീറ്റ്ലി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലോങ് ടോപ്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഡ്രസ്സൊക്കെ ഞാൻ വീട്ടിലും പിന്നെ സ്ലീപ്പ് വെയർ ആയിട്ടും യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഇത് ഞാനെപ്പോഴും മെഷീൻ വാഷൊക്കെ ചെയ്യുന്ന ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഡ്രസ്സ് മാത്രമാണ് ഈ ഒരു ഓർഗനൈസറിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ നമുക്ക് നമ്മുടെ ഷെൽഫിലൊന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് ഞാൻ ദുപ്പട്ടാസൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെർട്ടിക്കൽ സ്പേസ് കുറച്ചും കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ റാക്കിൽ വെച്ചിട്ടുള്ള ബോക്സൊക്കെ ഇതിൻ്റെ മേലെ തന്നെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസും കൂടെ സേവ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ എടുത്ത് വയ്ക്കുന്ന ഓരോ സ്റ്റഫും നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ ഗുഡ് കണ്ടീഷൻ ഡ്രസ്സ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊടുക്കുന്ന നമുക്കും വാങ്ങുന്നവർക്കും സന്തോഷമാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അങ്ങനെ അവർ വാങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കർമ്മം ചെയ്യാൻ പറ്റുന്നതും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.